അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം അൽഹംദുലില്ലാ ഞമ്മക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പം ഞമ്മക്ക് ഇന്നത്തെ വീഡിയോയിലേക്കാണ് പോയാലോ? അപ്പം നമ്മൾ ചായക്ക് വെള്ളമൊക്കെ വെച്ചു, പിന്നെ അരിയൊക്കെ ഇതാക്കണ് കേകി വെച്ചിക്കണം കേട്ടോ. അപ്പം ഇന്ന് ചായക്ക് കടി ഓട്ടട തന്നെ ആയിക്കോട്ടല്ലേ. അപ്പം അങ്ങനെ ഓട്ടടക്കില്ല അരിയൊക്കെ ഞാൻ അരച്ചു, പിന്നെ ഉപ്പിട്ട് കൊടുത്തു, പിന്നെ നമ്മൾ മിക്സി കഴുകിക്കാണ്ടില്ലേ വെള്ളവും പാർന്നു കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുന്നനെയാണ്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് കൊണ്ട് പാർന്നു കൊടുക്കണം, എന്നെങ്കിലേ നമ്മളെ ഓട്ടട ഒന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനും വേണ്ടി നമ്മൾ ചായക്ക് വെള്ളം വെച്ചിക്കണമല്ലോ, അതിന് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചാറൊന്നും ഉണ്ടാക്കണില്ല, അത് മാത്രമേ ഉണ്ടാക്കണുള്ളൂ ഇന്ന്, ഓട്ടട മാത്രം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മൾ തിളച്ച വെള്ളം ഉണ്ടല്ലോ അത് പാർന്നു കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നൊക്കെ പറഞ്ഞിരിക്കണേ, നമ്മൾ ഓട്ടടയ്ക്ക് ഇങ്ങനെ തിളച്ച വെള്ളം പാർന്നു കൊടുത്താൽ ഓട്ടട നല്ലോണം നന്നായി കിട്ടും നോക്കട്ടോ. പിന്നെ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് മധുരത്തിന് അനുസരിച്ചില്ല പഞ്ചാരി ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഓട്ടട ചൂടാൻ നമ്മൾ അടുപ്പത്തെ വെണ്ണൂറൊക്കെ ഒന്ന് വാരിയെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീതൻ്റെ കഥ പറയണ്ട കേട്ടോ. അവിടെ മാവുറ്റിയിട്ടും അവിടെ ഇതായിട്ടും വെണ്ണൂറായിട്ടും ഒക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനാക്കി എടുക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഇതാക്കണം, ഓലക്കൂടെയൊക്കെ വെച്ചു നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതാക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ ഇപ്പോൾ കൂട്ടവും കുടുംബക്കാർക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അതിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താട്ടി, നമ്മളൊരു പേപ്പറൊക്കെ കത്തിച്ച് ഓലക്കൊടി വെച്ചിക്കണമല്ലോ അതിമക്കാണ്ട് വെച്ച് കൊടുക്കാണ് കേട്ടോ. ഞാൻ ഓലക്കൊടിയാണ് കത്തി, പിന്നെ നമ്മളെ വിറകുമൊക്കെയാണ് കത്തി പിടിച്ചോളും. പിന്നെ ഞാൻ മറ്റേ കൊള്ളിയും കൂടി വെച്ച് കൊടുത്തിക്കണം കേട്ടോ. അപ്പോഴാണ് ചാറുണ്ടാക്കാത്ത ഇങ്ങനെ നിന്നപ്പോഴാണല്ലേ കുറച്ച് തേങ്ങ അരച്ച് പാർന്നല്ലോ എന്ന് കരുതി. അപ്പോൾ ആദ്യം കുറച്ച് തേങ്ങ അരച്ച് പാർന്നു, ആദ്യം കുറച്ച് തേങ്ങ അരച്ചു, പിന്നെ കുറച്ചെടുത്ത് വെച്ചീനി കേട്ടോ. അത് ഇനി നമുക്ക് എന്താട്ടി അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് കടിച്ചാനും വേണ്ടി. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചാറൊന്നും വേണ്ടല്ലോ, അത് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് ചാറൊന്നുമില്ല. പിന്നെ മക്കൾക്കും നമ്മളെ സിയാബാക്കാക്കും കൊടുക്കാനില്ലേ ചാറ് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ സിയാബാക്ക ആരാന്നിപ്പോൾ നിങ്ങൾക്ക് എഴുതണുണ്ടാവൂലേ, അത് നമ്മളെ പുതിയാപ്പിള കാക്കയാണ് കേട്ടോ. പുതിയാപ്പിള കാക്കാരെ ഞാൻ എന്നും പുതിയാപ്പിള കാക്ക എന്ന് മാത്രം പറയാം. അപ്പോൾ ഇന്ന് ഏതായാലും ഇപ്പം നമ്മൾ പേര് പറഞ്ഞിരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ചാറുണ്ട്. അപ്പോൾ ഞാൻ ചാറൊന്നും കൂട്ടണ്ട, പിന്നെ സനൂനും മിന്നുട്ടിക്കും പഞ്ചാരി മതിയല്ലോ, അത് എഴുതിയിട്ട് ഒരു തുള്ളി ചാറുണ്ട്, അത് ഞാൻ അവിടെ കട്ടെ എന്ന് വിചാരിച്ചു, ഒരു കൊടുക്കാൻ എഴുതി. അങ്ങനെ ഞാൻ എന്താക്കണ് ഓട്ടടയൊക്കെ അങ്ങനെ ചുട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ഓട്ടട നല്ല സെറ്റായി വന്നിരിക്കണം കേട്ടോ. ഇന്ന് പൊള്ളച്ചിട്ടൊന്നുമില്ല, എന്നാലും നല്ല ഓട്ടട എന്ന് പറയുമ്പോൾ ഓട്ട ഉണ്ടായിട്ടല്ലേ. അപ്പോൾ അതാക്കണ് നമ്മളെ ഓട്ടട ഒരുപാട് ഓട്ട ഉണ്ടായിട്ടില്ല, ഓട്ടട റെഡി ആക്കണം കേട്ടോ. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പം ഇന്ന് വറ്റ് കൂട്ടാൻ മറന്നു, അതുകൊണ്ട് തന്നെ നന്നാകാത്ത കേടൊന്നുമില്ലേന് കേട്ടോ. നമ്മളെ വറ്റിടാത്തതുകൊണ്ട് നന്നാകാത്ത കേടൊന്നുമില്ല. തേങ്ങയും പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒറ്റിച്ചിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നന്നായിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിനി പിന്നെ ചുട്ട് കഴിഞ്ഞപ്പോഴാണ് പഠിച്ചോനെ വറ്റുറ്റി കൂട്ടിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മയായത് കേട്ടോ. എന്നാലും നമ്മൾ ഓട്ടടയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു, കണ്ടാൽ തന്നെ അറിയില്ലേ. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ടുണ്ട്, ഓട്ടട ചൂടണമുണ്ട് കേട്ടോ. അപ്പോൾ അതാക്കണ് അങ്ങനെ രണ്ടാമത്തെ ഓട്ടടയും റെഡി ആയിക്കണം കേട്ടോ. അതും കൂടി ഇനി നമുക്ക് വേഗം ഒന്ന് ചട്ടിയിൽ നിന്ന് എടുത്തെടുക്കാൻ ഇടാം. അങ്ങനെ അതും പാടെ എടുത്തു കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ യാവാക്ക എന്താട്ടിക്കണേ കുളിച്ച് മാറ്റി നിൽക്കണുണ്ട് കേട്ടോ പണിക്ക് പോകാൻ. അപ്പം ഞാനിഞ്ഞ് അതിന് ചായ കൊടുത്തിക്കാണ്ട് പറഞ്ഞേക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളെ യാവാക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് പോയി കേട്ടോ. പിന്നെ ബാക്കിയുള്ളതും പാടെ ഞാൻ പാരുന്നുണ്ട്. അങ്ങനെ ഇതാക്കണ് മറ്റതും ഒക്കെ ഞാൻ ചുട്ടെടുത്തിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മക്കളൊക്കെ മദ്രസക്ക് പോകാനും വേണ്ടി ഓലയൊക്കെ ഒന്ന് വിളിച്ചുണർത്തി പറഞ്ഞേക്കാണ്. അപ്പോൾ ഞാൻ വേഗം തണിയും തീമട്ടിക്കണ്. അപ്പോൾ തിരിച്ചൊക്കെ ഇഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ കത്തിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ കടന്നോട്ടെ, വെള്ളമൊക്കെ ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ അതാക്കണം ഇനി നമ്മൾ ലാസ്റ്റത്തതും കൂടി പാർന്ന് വെച്ചിക്കണം കേട്ടോ. അത് ഇനി അവിടെ കടന്ന് അങ്ങനെ ആയിക്കോളും.
പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ നീപ്പിച്ചിട്ട് ഞാൻ എന്താട്ടി മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇന്നിപ്പം മിറ്റത്ത് കുറച്ച് ചമ്മലുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് എഴുതി. അല്ലെങ്കിൽ ഞാൻ മുന്നത്തെ മുറ്റടിച്ചു വരുന്നത് ഞാൻ കാണിച്ചലില്ലേനി, അവിടെ ഉണ്ടാവില്ലേനി കേട്ടോ. അപ്പോൾ കുറേ പഞ്ഞിയോ ഇലകളോ, ഇലയല്ല പഞ്ഞിയോ കടലാസോ അങ്ങനത്തെ എന്തൊക്കെയോ മക്കൾ കുടന്നിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് വൃത്തിയാക്കിയിടാണ്, മിറ്റടിച്ചു വരിയിടാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പൊടി പാറുന്നുണ്ട്. അപ്പോൾ എന്നും ഞാൻ വെള്ളം കുടഞ്ഞിക്കാണ്ടൊക്കെ ഒന്ന് മിറ്റടിച്ചു വരല്. പക്ഷേങ്കിൽ ഇന്നിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് അടിച്ചു വരികയാണ്. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വാരി. അപ്പം പിന്നാമ്പുറമൊക്കെ അടിച്ചു വരിയിട്ടാണ് കേട്ടോ പിന്നെ മുന്നേക്ക് വന്നിരിക്കണത് അടിച്ചു വരാൻ. അപ്പം അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വരി കഴിഞ്ഞു. അപ്പോൾ അതാക്കണേ ഇനി ആ ഒരു പണി കഴിഞ്ഞു കേട്ടോ. മിറ്റടിച്ചു വരൽ കഴിഞ്ഞു. ഇനിയും പണികൾ ഇഷ്ടം പോലെ ഇനിയും കിടക്കണുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മക്കളെയൊക്കെ വിളിച്ചുണർത്തിക്കാണ്ട് ഒരിക്കൽ ചായ കൊടുക്കുകയാണ് മദ്രസക്ക് പോകാൻ. അങ്ങനെ സനുവും മീനുട്ടിയും പുത്രൻ്റെ ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരൊക്കെ ചായയൊക്കെ കുടിച്ച് ഓരെ മാറ്റി പറഞ്ഞയച്ചു കേട്ടോ. അപ്പം ഇനി സനുട്ടൻ എന്താട്ടി വെറും ചായയും ഒരു കണ്ടം ഇതുണ്ടോ ഓൻ തിന്ന ബാക്കിയാണിത്. 2 കടി അടിച്ച് കണ്ട് അവിടെ വെച്ചു. മിന്നുട്ടി തിന്ന കണ്ടോ എലി കാറുന്ന മാതിരി അതിൻ്റെ ഉള്ളത്തെ മുഴുവനും കാർന്ന് കാണ്ട് കുറച്ച് പഞ്ചാരയും കൂട്ടി ഓള് തിന്നിട്ടോ. കണ്ടില്ല എലി കാറുന്ന മാതിരി ഓൾക്ക് അതിൻ്റെ ഉള്ളത്തതേ ഇഷ്ടമുള്ളൂ, പുറത്തത്തെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അതിട്ട് കണ്ട് പോയി. ഇനി നമുക്ക് ഇതാക്കണം, ഞാൻ ഇവിടെ കുറച്ച് മട്ടലൊക്കെ കൊണ്ടുവന്നിട്ടിക്കണം. അതൊന്ന് നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ ഓലക്കോടി എടുക്കണം, മറ്റേതൊന്ന് വെട്ടി മുറിച്ചെടുക്കണം. അപ്പം മഴ ഇങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ തൂങ്ങിക്കണുണ്ട് കേട്ടോ. അപ്പം ഞാൻ കരുതി മഴ പെയ്ത് കഴിഞ്ഞാൽ അത് നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂലല്ലോ. അപ്പോൾ അത് കരുതിയിട്ട് ഞാൻ എന്താട്ടി ആ ഓലക്കോടിയൊക്കെ ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഉണങ്ങിയോണ്ട് തന്നെ നമുക്ക് ഇനി എടുത്തുക്കാണ്ട് അടുപ്പ് കൊണ്ടുവച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഓലക്കൂടിയൊക്കെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ. മഴക്കാലം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ഓലക്കൂടി ഉണ്ടായാലും വിറകുണ്ടായാലും ഒന്നും തേച്ചാൽ തികയില്ല. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ തിജ്ജൊക്കെ കത്താനും വിറകൊക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞാലൊക്കെ കത്താനൊക്കെ ഭയങ്കര മടിയേക്കാരം നമ്മളെ തിജ്ജിന്. അപ്പോൾ അതാക്കണം ഇങ്ങനത്തെ ഓലക്കൂടിയൊക്കെ വെച്ചുകാണ്ടൊക്കെയാണ്ട് ഊതിയാണ് കത്തിച്ചാൽ മതി. അപ്പം ഓലക്കൂടിയൊക്കെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മഴ നമ്മളെ ഭൂമിക്ക് വിൽക്കുമ്പോത്തിന് എല്ലാവരും ഓലക്കൂടിയൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ ഇന്നയാളെ. എന്നാൽ മഴക്കാലം ആകുമ്പോൾ നല്ല ഉഷാറായിട്ട് തിജ്ജൊക്കെ കത്തിച്ചാൽ, അല്ലെങ്കിലും അങ്ങനെ അടുപ്പിലങ്ങനെ ഊതി കുത്തിർക്കേണ്ടി വരും. ഞാൻ ഏതായാലും കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഉണങ്ങിയതൊക്കെ ഞാൻ ഒരു ഭാഗത്തേക്ക് വെട്ടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി അതങ്ങനെ അടുപ്പിക്കാണ് കൊണ്ടുവച്ചാൽ മതി. അത് കുറച്ച് കഴിഞ്ഞ് പാകത്തിനാണ് വെട്ടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഉണങ്ങിയതായി കഴിഞ്ഞാൽ പിന്നെ ഇത് വെട്ടി ചീന്താൻ ഭയങ്കര ഗതികേടാണ് കേട്ടോ. നമ്മളാ തലഭാഗം ഉണ്ടല്ലോ മട്ടലിൻ്റെ, അത് നടുക്ക് ഒന്ന് പൊളിച്ച് ഇട്ടാലൊക്കെ നല്ല സുഖമാണ്. പക്ഷേ എങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന് പറ്റൂല. എത്ര വെട്ടിയാലും അത് പൊളിഞ്ഞിട്ടൂല അത്. അങ്ങനെ ഏതായാലും ഞാൻ എന്താട്ടി ഓലക്കൊടി ഒരു കെട്ടുണ്ടാക്കി ബാക്കിയും കൂടി അങ്ങനെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാനിനി അതൊന്ന് കെട്ടിയേക്കാണ് കേട്ടോ. അപ്പം ഇനി ആവശ്യത്തിന് ഓരോ കെട്ടങ്ങനെ നമ്മൾ അടുപ്പിൻ്റെ വീതൻ്റെ ചുവട്ടിൽ അങ്ങനെ കൊണ്ടുപോയി ഇട്ടാൽ മതി. അതിന് മട്ടം പോലെ വേണമെങ്കിൽ കത്തിച്ചാൽ, ഒരു കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടം പോലെ കത്തിച്ചാൽ, കുറച്ചാണെച്ചെങ്കിൽ അതിനനുസരിച്ചൊക്കെ കത്തിച്ചാൽ അതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഒരു കെട്ടിപ്പം ഞാൻ ഉണ്ടാക്കിയിരിക്കണം. ഇനി ബാക്കിയുള്ളതും അങ്ങനെ ഒക്കെ കൊണ്ടുവന്നുകാണ്ട് ഉണ്ടാക്കണം. അപ്പോൾ ബാക്കിയും കൂടി ഉണ്ടാക്കിക്കാണ്ട് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്തും കൂടും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കെട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ചകിരിയൊക്കെ ഒരു ചാക്കിലാക്കിയിട്ടിക്കണേ. അതേമാതിരി കുറച്ച് ഓലക്കൂടി ഉണ്ടാക്കിയിട്ടിക്കണേ, കണ്ടില്ലേ. അപ്പോൾ ബാക്കിയും കൂടി ഉണ്ടാക്കാനാണ് കേട്ടോ. അതൊക്കെ കൊടുന്ന് ഉണ്ടാക്കണം. പിന്നെ ഞാൻ നമ്മളെ വെട്ടി ചെയ്തിട്ട നമ്മളെ മട്ടലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനൊന്ന് ഒരു കൂട്ടി എടുക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഇട്ടതല്ലേ ഇനിയും. അതിൻ്റെ മുകളിൽ ഇനി വേണ്ടാത്ത കുറച്ച് ഓലക്കൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി നമുക്ക് കത്തിച്ചാൽ അതൊക്കെ കുറച്ച് ചെതലും ഒക്കെ പിടിച്ചിക്കണം. കുറച്ച് ദിവസം മുന്നേ ഞാൻ താഴെ കൊണ്ടുപോയിട്ടേന് കേട്ടോ. എന്നും എടുത്തൊക്കെ ഇങ്ങനെ വിചാരിച്ചെന്നല്ലാതെ എടുത്തേക്കൂല. അപ്പം ഭയങ്കര ഒരു ആൾ നമ്മളൊപ്പം കൂടുകയെ, ഏത് നമ്മളെ മടിയെ, ആ മടി ഒപ്പം കൂടുന്നതുകൊണ്ട് തന്നെ പിന്നെ അത് അവിടെ കെട്ട് എഴുതിക്കാണ് നിന്നുകാണ്ട് കുറേയൊക്കെ ചെതലൊടിച്ച് പോയിക്കണ്. അപ്പോൾ ആ ചെതലൊടിച്ചതൊക്കെ ഞാൻ എടുത്തിട്ട് ഞാൻ ഒക്കെ നമുക്ക് കത്തിച്ച് കളയാം. അപ്പം നല്ലത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ
നമ്മളെ ഈ ഇത് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ഔത്തത്തെ പണികൾ കുറച്ചുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ടാക്കണം. അപ്പോൾ അതാക്കണ് ഞാൻ ഉണ്ടാക്കിയത് ഔത്തോണ്ടിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഔത്തോണ്ടി ഇട്ടു. അപ്പോൾ ഇതിന് നേരെ 9 മണിയായിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ചായ അടിച്ചാണ്. 2 ഓട്ടടയും ഒരു പാട്ട ചായ എടുത്തിങ്ങനെ കേട്ടോ. ഈ ഒരു പാട്ട ചായ കണക്കാം കുറച്ച് മധുരം കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മളെ ഈ ഓട്ടടയ്ക്ക് ഒരു ചാറും വേണ്ട. പിന്നെ ആ കുഞ്ഞിച്ചട്ടി കണ്ടില്ലേ, കുറച്ച് ചാറുണ്ട് കേട്ടോ. അത് നമ്മളെ ജീനുവിന് കൊടുക്കാനാണ്. ഓന് പിന്നെ ചാറും വേണം. അപ്പം അങ്ങനെ ഇത് വെച്ച് ഒരിക്ക് വെച്ച് കൊടുക്കരുത്, ചാറ് ഒരുക്ക് കൊടുക്കരുത്. പിന്നെ ഞാൻ എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞു. പിന്നെ അതാക്കണം ഇനി നമുക്ക് സൂപ്പർ ഫാസ്റ്റ് പോലെ ഇനി എവിടെ നിർത്താൻ പറ്റില്ല. തുടങ്ങനെ അടിച്ചു വരണം, പാത്രം മോറണം, ചോറും കൂട്ടാനും വെക്കണം. ഇതൊക്കെ പണിയുണ്ട്. അപ്പോൾ പാത്രമൊക്കെ വരച്ചു ഞാൻ സിങ്കിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് കേകി കാണ്ട് നമ്മളെ കയ്യിലാറ്റത്തുമ്മൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ മദ്രസ വിട്ടെന്നപ്പോൾ ഒക്കെ പരാതി. സനുവിന് കുരക്കുക, മിന്നുട്ടിക്ക് ചെവിൻ്റെ ഉള്ളിൽ കടിച്ചുക. അപ്പോൾ സനു പറഞ്ഞ് ഇച്ചുണ്ട് കാരണം. അപ്പോൾ ഏതായാലും ഞാൻ 2 ആളും ചെവിന്നൊക്കെ ചെപ്പിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കുന്നൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെവി കേൾക്കാനൊക്കെ കുറച്ച് പ്രയാസമായിക്കാരം. പിന്നെ നമ്മൾ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി പിന്നെ ഓരോ മരുന്നൊക്കെ ഒറ്റിച്ച് അരിച്ചൊക്കെ എടുക്കണം. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ മക്കളെ ചെവിയൊക്കെ ഒന്ന് ഇത് ഇട്ടുകൊണ്ടൊക്കെ ഒന്ന് നോക്കി നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് 2 കോഴി എടുത്ത് വെച്ചിനല്ലോ. അത് ഞാൻ എന്താട്ടി വെള്ളത്തിലിട്ട് വെച്ചിന്. പിന്നെ ചോറ്റിന് അരി ഇട്ടീനി. അതൊക്കെ ഒന്ന് വെന്ത് നിൽക്കണം കേട്ടോ. അപ്പം ഇനി കുട്ടികളെ ചെവിയിൽ ചെപ്പിണ്ടാക്കാൻ വേണ്ടി ചെപ്പിത്തോണ്ടിയൊക്കെ ഇട്ട് കണ്ട് അങ്ങോട്ട് കുത്തി കണ്ട് ഇതാക്കാൻ നിൽക്കണ്ട കേട്ടോ. കുട്ടികളെ പാട പൊട്ടും. അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ ഒരു നാക്കൊക്കെ ഉണ്ടാകും നോക്കാൻ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ അതാക്കണ ഞാൻ എന്താട്ടി കോഴിയൊക്കെ നല്ലോണം കേകിയും മുളകും മഞ്ഞളും ഉപ്പും പിന്നെ കുറച്ച് പെരിഞ്ജീരകം 2 പോണ വെളുത്തുള്ളി പിന്നെ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടി ഇട്ട് കണ്ട് തന്നെയാളെ കോഴി പൊരിച്ച് നോക്കണ്ടി. നല്ല രസമാണ്, നല്ല മയമാണ് കേട്ടോ. അതിക്ക് ഇഞ്ചിയൊന്നും വേണ്ട, ഒരു വെളുത്തുള്ളീൻ്റെ 2 പോണ കുത്തിയിട്ടാൽ മതി. പിന്നെ ഞാൻ ചാറ് തക്കാളി താളിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു ജീരുള്ളിൻ്റെ പോണിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചീനി. പിന്നെ അതിക്ക് ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉള്ളി അടുപ്പത്ത് വെച്ചപ്പോൾ അതിനൊരു ഫോണ് വന്ന് അത് എടുത്തപ്പോൾ അതിന് ഉള്ളി കുറച്ച് കരിഞ്ഞു കേട്ടോ. ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ, കരിഞ്ഞ ചോയൊന്നുമില്ല ഇനി. അങ്ങനെ ഞാൻ നമ്മളെ കഞ്ഞിൻ്റെ വെള്ളം പറഞ്ഞു കൊടുത്തിക്കണ്. ഇനി അത് കടന്നുകൊണ്ട് തിളച്ചതാകട്ടെ. അപ്പോൾ ഇന്ന് കോഴി പൊരിച്ചതും നല്ല തക്കാളി താളിപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെയും പോട്ടെ. അങ്ങനെ ഇതാക്കണ് ഞാൻ കോഴി ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പൊരിച്ചിട്ടുള്ളൂ കേട്ടോ. ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിക്കണ്. ഇനി നമുക്ക് കുളിച്ചാൻ പോകണം. പിന്നെ ചാറ് തിളച്ചപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടു കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. ആദ്യം ഞാൻ എന്താട്ടും നമ്മളെ അടുപ്പിൻ്റെ വീതനം ഉണ്ടല്ലോ, ആ വീതനമത്തൊക്കെ ഞാൻ ആദ്യം പൊടിയൊക്കെ ആദ്യം തട്ടിയിട്ട് പിന്നെ വെള്ളം നനച്ചേ തുടക്കുള്ളൂ കേട്ടോ. ഇപ്പം എങ്ങനെയാണെങ്കിലും തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ അടുപ്പ് കാണാൻ തന്നെ സെറ്റ് ചെയ്യിക്കാറ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വെള്ളം വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാക്കണ് തുടച്ച്. അപ്പോൾ നമ്മൾ പണി കജ്ജണീൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ രണ്ടാമതും പിന്നെ നമ്മൾ അതിന് നിൽക്കണം. അപ്പോൾ അതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ കഴിഞ്ഞിട്ട് അടുപ്പും വീതനൊക്കെ തുടച്ചിട്ടാൽ മതി. പിന്നെ ഇപ്പോൾ നമ്മൾ നമുക്ക് പിന്നെ വരില്ലല്ലോ. അങ്ങനെ 1-2 വട്ടം ഞാൻ അത് തുടച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ അതിന് മിന്നുട്ടിക്ക് നമ്മളെ താഴത്തുനിന്ന് മൂത്തച്ഛൻ്റെ പേരിൽ നിന്ന് താത്ത കൊടുത്തതാട്ടോ ചെടി. അപ്പോൾ ഓളെ കുഴിച്ചിടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ ചെടി. അപ്പോൾ ഞാൻ പറഞ്ഞ അവിടെ വെച്ചോളാം, അപ്പോൾ കുഴിച്ചിടാമെന്നും പറഞ്ഞു. അപ്പോൾ താത്ത കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ താത്ത അവിടെ ചെടി വെട്ടിക്കണേ, അപ്പോൾ കൊടുത്തതാണ്. പിന്നെ ഞാൻ നമ്മളെ ഗ്യാസൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന്മേൽ ചാറും ഇതൊക്കെ വീണിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് നനച്ചിട്ട് ഇട്ട് കൊടുക്കണം. എന്നെങ്കിൽ അതിൻ്റെ ആ പിടിച്ചതൊക്കെ ചൂടാകുമ്പോൾ അങ്ങോട്ട് പറ്റി പിടിച്ചണതാണ് അതിന്മേൽ. അപ്പോൾ അതെന്താട്ടെ ഇനി അതൊന്ന് വെള്ളം വെച്ചിട്ട് തുടച്ചിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ട് വേണം ഒന്ന് തുടക്കാൻ. അങ്ങനെ ഒന്ന് ചോറും കൂട്ടാനൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് അടിച്ചു വരാനല്ല ആകാൻ തുടക്കാൻ വേണ്ടി പോയത്. അല്ലെങ്കിൽ അടിയും തോടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറും കൂട്ടാനും വെക്കൽ. ഇന്നിപ്പോൾ എന്താണ് തല തിരിഞ്ഞിക്കണം കേട്ടോ. അത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ തുടച്ചിക്കണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെയാണ് അബ്ബേ ഞാൻ അകം തുടച്ചിട്ടില്ലല്ലോ, ചോറും കൂട്ടാനൊക്കെ ആയാരെയാണ് പിന്നെ അകം തുടച്ചിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ എന്താട്ടി വേഗം പോയി അകൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് വേണം കുളിച്ചാൻ.
പിന്നെ ഇതാക്കണ്. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടം കുടുംബക്കാർക്കൊക്കെ എല്ലാവരും പാടല്ലോ ഓരോ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അതിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തുടക്കലും ഒന്ന് അങ്ങനെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയും കേട്ടോ. നമ്മൾ ഈ തുടപ്പ് കാണണ മാതിരിയൊന്നുമല്ല കേട്ടോ, അടിപൊളിയാണ്. നല്ലോണം ചളി പോകും, നല്ല ഉഷാറാണ് തുടച്ച് കഴിഞ്ഞാൽ കേട്ടോ നമ്മളെ നിലം. അത് ഞാനുണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞതൊന്നല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞതൊന്നല്ല, നല്ലതാണ്. നമ്മളെ പീടിയിൽ നിന്നൊക്കെ വാങ്ങണ തുടപ്പ് അവിടെ നിൽക്കുള്ളൂ മക്കളെ. അങ്ങനെ പഴയ വേസ്റ്റ് തുണി കളിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇതാക്കണ നമ്മളെ കോഴിയൊക്കെ ഞാൻ ചട്ടിയിലിട്ടിക്കണം കേട്ടോ പൊരിച്ചാൻ. നിങ്ങൾക്ക് ഈ കോഴി കണ്ടിട്ട് തന്നെ മനസ്സിലാവണില്ല നല്ലൊരു സോഫ്റ്റാണെന്നുള്ളത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ, സത്യം പറയണം. നിങ്ങളിനി കോഴിയൊക്കെ കൊണ്ടുവന്ന് പൊരിച്ചാണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ടെടുത്ത് 2 പോണ വെളുത്തുള്ളിയും പാടെ കുത്തി ചതച്ച് ഇട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് ഒന്ന് പൊരിച്ച് നോക്കാണ്. നല്ല രസമാണ് പറഞ്ഞാൽ നല്ല രസമാണ്. ഉണ്ടാക്കാത്തോലും ഉണ്ടാക്കി നോക്കിട്ടോ, ഞാൻ ഗ്യാരണ്ടിയാണ്. നല്ല സോഫ്റ്റ് വയ്ക്കാരം, നല്ല രസമാണ്. നമ്മളെ ഇതുണ്ടല്ലോ, എന്താ അപ്പോൾ പറയാം, ബ്രോസ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു ഇത് കണ്ടു വരും. അങ്ങനെ ബാക്കിയുള്ള കോഴിയും അങ്ങനെ പൊരിച്ചെടുത്തിക്കണം. അപ്പോൾ 2 ഇനി വൈകുന്നേരത്തിന് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ 2 കണ്ടൊക്കെ എടുത്താണ് ചോറ് വെച്ചത്. പള്ളറച്ച് കൂട്ടാനല്ലല്ലോ തിന്നേണ്ടത്, ചോറല്ലേ. അപ്പോൾ അതായത് ഈ 2 കണ്ട മക്കൾക്കും കൊടുത്തു. അങ്ങനെ ഞാനും ചോറ് വെച്ചാണ് കേട്ടോ. അങ്ങനെ ഞാറും തന്നെ തക്കാളി താളിപ്പും പറന്ന് പിന്നെ 2 കണ്ടം കോഴിക്കണ്ടം ഞാനും എടുത്തിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഇന്നലെ അച്ചാറുണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് കയ്പ്പൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എടുത്തിക്കണം കേട്ടോ. നാരങ്ങ എത്ര ആയാലും കയ്പ്പ് മാറി കിട്ടില്ല. പിന്നെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ വെക്കണം, എന്നാൽ പിന്നെ കയ്പ്പൊക്കെ മാറും. അങ്ങനെ ഞാൻ ചോറൊക്കെ വേവിച്ചാണ് കേട്ടോ. അപ്പം ഇനി ചോറൊക്കെ വേവിച്ചുമ്പോഴല്ലോ ഇങ്ങനെ നാരങ്ങച്ചാറും താളിപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ നീരുണ്ടല്ലോ, നാരങ്ങച്ചാറിൻ്റെ നീര്, അത് ചോറ്റിലും കുഴച്ച് ഒന്ന് തിന്ന് നോക്കണ്ടിട്ടോ, നല്ല രസമാണ് കേട്ടോ. ഈ നാരങ്ങച്ചാർക്കുണ്ടല്ലോ നമ്മൾ മുരിങ്ങാച്ചാറ്, ആ മുരിങ്ങാച്ചാറും ഈ നാരങ്ങൻ്റെ നീരാണ് കൂട്ടിയാണ് വേവിച്ചിട്ടുണ്ടല്ലോ, എന്താ രസം എന്നറിയാം. വേവിച്ചാത്തവരുണ്ടെങ്കിൽ വേവിച്ച് നോക്കിക്കൊണ്ട്. ഞാൻ അതിൻ്റെ ചെങ്ങാഴ്ചിനോട് പറഞ്ഞപ്പോൾ ഓളും സംഭവത്തിൽ ഇങ്ങനെ വേവിച്ച് നോക്കിക്കണം കേട്ടോ. അപ്പോൾ ഓളും പറഞ്ഞ് അത് നല്ല രസമാണ്, നാരങ്ങച്ചാറും അതേമാതിരി മുരിങ്ങാത്താളിപ്പും അടിപൊളിയാണ് കാരണം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങനെ തിന്നലുണ്ട്, ഓളും തിന്നലുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പം നിങ്ങൾ തിന്നാത്തോലുണ്ടെങ്കിൽ തിന്ന് നോക്കണ്ടി, തിന്നോലുണ്ടെങ്കിൽ കമൻ്റ് ഇടും ചെയ്യേണ്ടി കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത്. പിന്നെ ഞാനിനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരാം. അതുവരെ ഞാൻ എല്ലാവരോടും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.